Hello, welcome to Vidya Classroom. KTech Category 1 EVS ന്റെ questions and answers analysis ആണ് 2021 വന്നിട്ടുള്ള. Okay, first question. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ഓപ്ഷൻ എ ഒക്ടോബർ 16, ബി നവംബർ 19, സി നവംബർ 12, ഡി ഒക്ടോബർ 13. ഒക്ടോബർ 16 ഉണ്ട് ഓപ്ഷനില്, നവംബർ 19 ഉണ്ട്, ഒക്ടോബർ 13 ഉണ്ട്, നവംബർ 12 ഉണ്ട്. ആൻസർ നവംബർ 12 ആണ്. നവംബർ 12 ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്ത്? തരംഗദൈർഘ്യം കൂടിയതുകൊണ്ടും വിസരണം കുറവായതുകൊണ്ടും. ബി തരംഗദൈർഘ്യവും വിസരണവും കുറവായതുകൊണ്ട്, സി തരംഗദൈർഘ്യവും വിസരണവും കൂടിയതുകൊണ്ട്, ഡി തരംഗദൈർഘ്യം കുറവും വിസരണവും കൂടിയതുകൊണ്ട്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതാണ്, പല എക്സാമിനും വന്നിട്ടുണ്ട്. തരംഗദൈർഘ്യവും വിസരണവും കൂടിയത് കൊണ്ടാണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഏത്? ഓപ്ഷൻ എ ഡെങ്കി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ബി മലേറിയ, മഞ്ഞപ്പനി, ഡെങ്കി. ഓപ്ഷൻ സി മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, ഡി മഞ്ഞപ്പനി, മലേറിയ, ഡെങ്കി. അപ്പം പല കൊതുകുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈഡിസ് ഈജിപ്തി, അനോഫിലസ്, ക്യൂലെക്സ്. അപ്പം എല്ലാം വിവിധ തരം രോഗങ്ങളാണ് പരത്തുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെങ്കി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് എന്നാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട ക്വസ്റ്റ്യൻ ആണ്. EVS ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ കാണാം, നമ്മുടെ പ്രീവിയസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും വിടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്ന് പറയും, ബി വനമണ്ണ്, ഫോറസ്റ്റ് സോയിൽ എന്ന് പറയും, എക്കൽ മണ്ണ്, അല്ലൂവിയൽ സോയിൽ എന്ന് പറയും, ഡി വെട്ടുകൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയും. അപ്പൊ ഇതിൽ ഏത് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? വെട്ടുകൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കറുത്ത പരുത്തി മണ്ണ് ഏത് ഏരിയയിലാണ്? പരുത്തി കൃഷിക്കൊക്കെ നല്ല മണ്ണാണ് എന്ത്? ബ്ലാക്ക് സോയിൽ അല്ലെ? പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ അധികവും ഈ ബ്ലാക്ക് സോയിൽ ആണ് കാണപ്പെടുന്നത്. എക്കൽ മണ്ണ് നദീ തീരങ്ങളിലാണ് കേട്ടോ, അതായത് റിവർ ബാങ്ക്സിലാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. അതായത് നമ്മള് ഗംഗാറ്റിക് പ്ലെയിൻ ഒക്കെ ഇല്ലേ, ഈ ഗംഗാ സമതലം, സിന്ധു ഗംഗാ സമതലമൊക്കെ അവിടെയൊക്കെയാണ് അല്ലൂവിയൽ സോയിൽ കാണപ്പെടുന്നത്. അടുത്തത് വനമണ്ണ് എവിടെയാണ്? വനം അല്ലെ, ഫോറസ്റ്റ് ഏരിയയിലായിരിക്കും ഫോറസ്റ്റ് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെയും ഡേഷിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെയും മറ്റേതോ ഒരു സ്റ്റേറ്റിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഏതിന്റെ ആയിരിക്കും? ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ ബി അസം, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി മിസോറാം. ഏത് സ്റ്റേറ്റിന്റെ ആയിരിക്കും? നമ്മള് കേരളത്തിന് മാത്രമല്ല കേട്ടോ മലമുഴക്കി വേഴാമ്പല് സംസ്ഥാന പക്ഷിയായിട്ടുള്ളത്. വേറൊരു സ്റ്റേറ്റും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. 7 സിസ്റ്റേഴ്സിൽ പെട്ട ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ, സപ്ത സഹോദരിമാരുണ്ട് ഇന്ത്യക്ക്. ആ സപ്ത സഹോദരിമാരിൽ പെട്ട ഒരു സ്റ്റേറ്റ് ആണ്, നോക്കാം, അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ ആൻസർ. അപ്പൊ അരുണാചൽ പ്രദേശിന്റെയും കൂടി സംസ്ഥാന പക്ഷിയാണ് എന്ത്? മലമുഴക്കി വേഴാമ്പൽ. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പം ജലത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്, അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക, എന്നിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ.
അപ്പം ഇതിൽ ഒരുപാട് സവിശേഷതകൾ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. അപ്പൊ ജലത്തിന്റെ സവിശേഷത അല്ലാത്ത ഒരു കാര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് എന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് അറിയണം. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ തന്നിട്ടുണ്ട്, ഒരു പോളാർ തന്മാത്രയാണ്. ബി കേശികത്വം അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്നൊക്കെ പറയും. സി ഉയർന്ന പ്രതല ബലം, അതായത് ഹയർ സർഫേസ് ടെൻഷൻ. ഡി കുറഞ്ഞ ആപേക്ഷിക താപം, അതായത് ലോ സ്പെസിഫിക് ഹീറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ ഏതായിരിക്കും ആൻസർ? ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പം കുറഞ്ഞ ആപേക്ഷിക താപം അത് ജലത്തിന്റെ ഒരു സവിശേഷതയല്ല. ജലത്തിന് കൂടുതൽ അല്ലെങ്കിൽ കൂടിയ ആപേക്ഷിക താപമാണ് ഉള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഓപ്ഷൻ എ ആന്തോസയാനിൻ, ഓപ്ഷൻ ബി കെരാറ്റിൻ, ഓപ്ഷൻ സി റോഡോപ്സിൻ, ഓപ്ഷൻ ഡി ക്ലോറോഫിൽ. അപ്പം വർണ്ണവസ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യന്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് വായിക്കാതെ പെട്ടെന്ന് കൊടുത്ത് ക്ലോറോഫിൽ അങ്ങോട്ട് കൊടുക്കും അല്ലെ. ക്ലോറോഫിൽ ഇലയ്ക്ക് പച്ചനിറം നൽകുന്നതാണ്. അപ്പം പൂക്കൾക്ക് പച്ചനിറം നൽകുന്നത് ഏത് വസ്തുവാണ്? ഏതാണ് വർണ്ണവസ്തു? പൂക്കൾക്ക് നിറം നൽകുന്നത്, പൂക്കൾക്ക് നിറം നൽകുന്ന വസ്തുവാണ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ ആണ് പൂക്കൾക്ക് നിറം നൽകുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായി പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡോൺ, ഓപ്ഷൻ ബി ബീജശീർഷം പ്ലൂമ്യൂൾ, ഓപ്ഷൻ സി ബീജമൂലം റാഡിക്കൽ, ഓപ്ഷൻ ഡി ബീജാന്നം എൻഡോസ്പേം. ഓപ്ഷൻ സി ആണ് ആൻസർ, ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. 9 ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏത്? ഈ ക്വസ്റ്റ്യൻ PSCയുടെ ഒരുപാട് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ടെച്ചിന് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇതാ EVS വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഓപ്ഷൻസ് തന്നത് കഥകളി, തുള്ളൽ, കൂടിയാട്ടം, കേരള നടനം. ഇതിൽ അധികം ഓപ്ഷൻസ് കൊടുക്കാറുള്ളത് കഥകളിയാണ്, അധികം ആളുകളും കൊടുക്കാറുള്ളത്. പക്ഷെ കഥകളി തെറ്റായ ആൻസർ ആണ്, കൂടിയാട്ടമാണ് ആൻസർ കേട്ടോ. നൃത്ത നാടക കലാരൂപം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കഥകളിയല്ല, തുള്ളലല്ല, കേരള നടനല്ല, കൂടിയാട്ടമാണ് ആൻസർ. കൂടിയാട്ടം. 10 കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ചിത്രശലഭം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ചിത്രശലഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ചക്കരശലഭം, ഓപ്ഷൻ ബി ഗരുഡശലഭം, ഓപ്ഷൻ സി കൃഷ്ണശലഭം, ഓപ്ഷൻ ഡി വിലാസിൻ. ഇതിൽ ഏതാണ്? കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ചിത്രശലഭം. ഈ എല്ലാ ശലഭങ്ങളും കേരളത്തിൽ കണ്ടുവരുന്നതാണ്, പക്ഷെ അതിൽ ഏറ്റവും വലുത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം ഓപ്ഷൻ ബി ഗരുഡശലഭം ആണ് ആൻസർ. അപ്പൊ നമ്മള് EVS ക്വസ്റ്റ്യൻ പേപ്പറിലെ 2020 എക്സാം 2021 ജനുവരി മന്തിൽ നടത്തിയതാണ്. അപ്പൊ അതിൽ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം താങ്ക് യു ഓൾ.